ഒരു കടി നല്ല കടിയാണോ ചീത്ത കടിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് പല്ലിന്റെ കടിയെ പറ്റിയാണ്. നല്ല കടിയും ചീത്തക്കടിയും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മൾ നോർമൽ എന്താണെന്ന് അറിയണം. ഡെന്റിസ്റ്റിനെ സംബന്ധിച്ച് പല്ലിന്റെ കടി അല്ലെങ്കിൽ ബൈറ്റ് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സംഗതിയാണ്. നോർമൽ ബൈറ്റിൽ ശരാശരി ഓവർലാപ്പ് അപ്പർ ആന്റീരിയർ ടൂത്തും ലോവർ ആന്റീരിയർ ടൂത്തും തമ്മിൽ ഉള്ള ഓവർലാപ്പ് എന്നുള്ളത് 1 to 2 മില്ലിമീറ്റർ ആണ്. അതിൽ കൂടുതലോ കുറവോ ഉള്ള ബൈറ്റുകളെല്ലാം തന്നെ അബ്നോർമൽ ആണ്. ആഴത്തിലുള്ള കടികൾ 6 മില്ലിമീറ്ററിൽ കൂടുതൽ ഓവർലാപ്പ് അപ്പർ ആന്റീരിയേഴ്സിന് ഉണ്ടായാൽ അത് ഡീപ് ബൈറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള ഡീപ് ബൈറ്റ് ഉള്ള കേസസിൽ ടൂത്തിന്റെ സർഫസ് വെയർ ആൻഡ് ടെയർ ഉണ്ടാകാം. അതുപോലെ തന്നെ ഡീപ്പായിട്ട് മോണയിലാണ് ആ ബൈറ്റ് വരുന്നതെങ്കിൽ മോണയിൽ ആഴത്തിലുള്ള മുറിവുകൾ സംഭവിക്കാം. ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഡീപ് ബൈറ്റ് ഏർലി നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് മുഖവൈകല്യത്തിന് കാരണമാക്കുന്നു. ഇനി അഡൽട്സിന്റെ കാര്യം പറയുവാണെങ്കിൽ അവർക്ക് വരുന്ന ഡീപ് ബൈറ്റ് എപ്പോഴും ഏർലി ടൂത്ത് ലോസ് കൊണ്ടാണ്. അങ്ങനെ ടൂത്ത് ലോസ് ഉണ്ടാകുന്നവർക്ക് ഈ ജോ ഡീപ് ബൈറ്റ് കാരണം സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് TMJ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കണ്ടീഷനാണ് ക്രോസ് ബൈറ്റ്. അത് ഏർലി ചൈൽഡ്ഹുഡിൽ അങ്ങനെ ഒരു ക്രോസ് ബൈറ്റ് കണ്ടീഷൻ കുട്ടികളിൽ കാണുകയാണെങ്കിൽ ഒരു പീഡോഡോണ്ടിസ്റ്റിനെ കൊണ്ട് ഏർലി ഇന്റർസെപ്റ്റീവ് ഓർത്തോഡോണ്ടിക്സ് ചെയ്ത് ആ ഒരു കണ്ടീഷനെ നമുക്ക് കൺട്രോളിൽ നിർത്താം. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ റിവേഴ്സ് ക്രോസ് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓർത്തോഗ്നാറ്റിക് സർജറി വരെ എത്തിപ്പെടാം. അത് ഏർലി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏർലി ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രോത്ത് ക്രോസ് ബൈറ്റ് കണ്ടാൽ ഏർലി അതിനെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഇനി മറ്റൊരു കണ്ടീഷനാണ് പല്ലുകൾ തമ്മിൽ കൊരുത്തിടിക്കുക അല്ലെ സിസർ ബൈറ്റ്. ഇത് ഒരു ജോയുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അതും ഇയർലി തന്നെ പീഡിയാട്രിക് കണ്ടീഷനിൽ പല്ല് കിളിച്ചു വരുന്ന സമയത്താണെങ്കിൽ അത് അന്നേരം തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഈ പറഞ്ഞ ഏതെല്ലാം കണ്ടീഷൻസും ഏർലി ഡിറ്റക്ട് ചെയ്താൽ വലിയൊരു സങ്കീർണമായ ചികിത്സയിൽ നിന്ന് നമുക്ക് ആ ഒരു പേഷ്യനെ നമ്മൾക്ക് രക്ഷപ്പെടുത്താനാകും. അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബൈറ്റ് പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ അടുത്തുള്ള ഡെന്റിസ്റ്റിനെ കാണിച്ച് നിങ്ങൾ എത്രയും വേഗം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്.